സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് സിനിമാറ്റിക് ആക്കാമെന്നാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട് വരും, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് സിനിമാറ്റിക് ആക്കി അതെങ്ങനെയാണ് നമ്മളൊരു ഫോട്ടോ സിനിമാറ്റിക് ആക്കുന്നത്? നമുക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് പറ്റും, സിനിമാറ്റിക് ബി റോൾ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സിനിമാറ്റിക് ഫോട്ടോ എടുക്കുന്നതെന്നാണ്. അപ്പോൾ സിനിമാറ്റിക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ, എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഇതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും ഫിലിം മേക്കിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം ഡിലേ ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ജസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയും അതുപോലെ തന്നെ ബാക്കി മെമ്പേഴ്സിൻ്റെയും റിവ്യൂസ് അറിയാൻ, പിന്നെ ക്യാമറ ഗിയർ റിവ്യൂസ്, സജഷൻസ്, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട്, പിന്നെ നമുക്ക് എന്താ ആ ഗ്രൂപ്പിൽ വീക്ക്ലി ചാലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേരാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു സിനിമാറ്റിക് ഫോട്ടോസ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിൽ ഞാൻ ഫോട്ടോഗ്രാഫീനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്, ദ ഫോട്ടോസ് വി ടേക്ക്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോസ്. പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വെഡ്ഡിങ്ങിന് പോയി, അവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റേജിൽ നടക്കുന്ന ഇവൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന കാണാൻ പറ്റും. അവരവിടെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അവിടെ നടക്കുന്ന ഇവൻറ്റുകൾ അവർ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഫോട്ടോ എടുക്കാനായിട്ട് ഇവൻറ്റ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പിന് പോയി, നമ്മളൊരു ടൂർ പോയി, നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള നേച്ചറിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ആർക്കിടെക്ചർ എല്ലാം നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊക്കെ ആദ്യത്തെ കാറ്റഗറിയുടെ എക്സാമ്പിളാണ്. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്. ഇനി അതല്ല, നമുക്കൊരു ക്ലയൻറ്റ് വർക്ക് വന്നു, നമ്മളൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാണ്, ക്ലയൻറ്റിന് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന ലൈറ്റിംഗ് വേണം, ഇന്ന ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു സിനിമാറ്റിക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളവിടെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് മൂവീസ് കാണാം, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓരോ മൂവി എടുക്കുമ്പോഴും അതിൽ ഓരോ ഷോട്ട്സിനും ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ ആ ഒരു എഡിറ്റിംഗ് ടോണിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ജോക്കർ എന്ന് പറഞ്ഞൊരു മൂവി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോക്കർ എന്ന് പറഞ്ഞ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഒരു ഓറഞ്ച് ഗ്രീൻ ടിൻ്റാണ്. ആ ഒരു ലുക്കിലാണ് നമ്മുടെ ഫിലിം കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. പിന്നെ ഒരു മാറ്റ് എഫക്റ്റ്, ഒരു വിൻറ്റേജ് എഫക്റ്റിലാണ്, അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ഫിലിം എടുത്തിരിക്കുന്ന പോലെയാണ് നമ്മുടെ ജോക്കർ എന്ന് പറഞ്ഞ മൂവി എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇനി ടെനറ്റ് എന്ന് പറയുന്ന മൂവി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കളർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്പെസിഫിക് ടോണിൽ നമ്മുടെ ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഈ ടോണുകളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഫാക്ടറിലോട്ട് പോകുന്നത്, കളേഴ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ലൈറ്റും ഓരോ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ടെററായിട്ട് വരുന്ന ഒരു സീൻ, അതിനൊക്കെ നമ്മൾ ഈ ഒരു റെഡ് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ബ്ലൂ ലൈറ്റ്, ഒരു ഡാർക്ക് ബ്ലൂ എൻവയോൺമെൻറ്റ് നമ്മൾ കാണിക്കുന്നത് പീസ്, സമാധാനം, ഭയങ്കര കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കാണിക്കാനാണ്. നിങ്ങളിപ്പോൾ വരത്തനിൽ തന്നെ ആ ഒരു ഫൈറ്റ് സീൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫഹദ് ഫാസിൽ സാറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ചുറ്റും ഒരു റെഡ് ലൈറ്റാണ് അല്ലേ. ആ ഒരു റെഡ് ലൈറ്റ് എന്താ പറയുന്നത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ നേരെ മറിച്ച് കുമ്പളങ്ങിയിൽ ആ ബോട്ട് പോകുന്ന ഒരു സീൻ, അല്ലെങ്കിൽ സജിയും അവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ശ്രീനാഥ് വാസി വരുന്ന സമയത്ത് ആ ഒരു കായൽ അല്ലെങ്കിൽ ആ ഒരു ലേക്ക് കാണിക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഭയങ്കര കാമായിട്ട്, വേറെ ലൈറ്റ് കാര്യമൊന്നുമില്ല, ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് നമ്മുടെ മൂവി പോകുന്നത്. ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ലൈറ്റിങ്ങിനും അതിൻ്റേതായ പ്രത്യേക മൂഡുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ കളറിൻ്റെയും സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഓരോ കളറും എന്ത് മൂഡ് കൺവേ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആ ലൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഷോട്ടുകൾ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൈം ലെൻസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ലോ
ലൈറ്റിൽ നല്ല റിസൾട്ട് കിട്ടാനാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാനാണ്. നമ്മൾ നോർമലി എടുക്കുന്ന ഫോട്ടോസിന് ആ ഒരു ഡെപ്ത് ഇല്ലെങ്കിൽ, അതായത് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് അത്രയും സിനിമാറ്റിക് ആയിട്ട് തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സിനിമാറ്റിക് ഫീല് നമ്മുടെ ഇമേജിന് കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമേജസ് എടുക്കുമ്പോൾ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മുടെ സബ്ജക്റ്റ് എല്ലാം മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു സ്കിൻ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട്, കളർ ഗ്രേഡിങ്, നമ്മുടെ വൈറ്റ് ബാലൻസ് എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ ഒരു റോ ഇമേജ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് റോ ഇമേജും JPEG ഇമേജും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇവിടെ കാർഡിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണാം. അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ക്യാമറ ആംഗിൾസ് ആണ്. നമ്മൾ നേരത്തെ പറയുന്ന ലൈറ്റിംഗ് പോലെ തന്നെ ക്യാമറ ആംഗിൾസും ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ നേരെ നിൽക്കുന്ന ആ ഒരാൾ എന്നേക്കാൾ ഹൈറ്റ് കുറവിലാണ് നിൽക്കുന്നത്. അതായത് ആ ഒരു ഷോട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് കൺവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൈസ് കൊണ്ട് അയാളേക്കാൾ വലുതാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ പവർഫുള്ളാണ്. എനിക്ക് എന്തോ ഒരു ഓണറുള്ള ആളാണ്. എൻ്റെ കയ്യിൽ ഭയങ്കര പവറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മേ ബി ഒരു പ്രസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു വലിയ ആളാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ എന്നേക്കാൾ താഴെയായിട്ടാണ് ഒരു ഷോട്ടിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ മേ ബി എന്നേക്കാൾ താഴെയുള്ള ഒരാളായിരിക്കാം, എൻ്റെ അടിമയായിരിക്കാം, അതല്ലെങ്കിൽ എന്നേക്കാൾ പവർ കുറഞ്ഞ ഒരാളായിരിക്കാം. നേരെ മറിച്ച് ഇനി അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എടുക്കുന്നത്. ആളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടർ അയാളൊക്കെ ഭയങ്കര വലുതായിട്ടാണ് എടുക്കുന്നത്. അതായത് അടിയിൽ നിന്ന് മുകളിലേക്കാണ്, ഒരു ലോ ആംഗിൾ ഷോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത് ഇയാളുടെ ഒരു പേടി, അയാളെ കാണുമ്പോൾ ആ ഒരു ഇത്, അതായത് അയാൾ സൈസ് കൊണ്ട് ഭയങ്കര വലുതായിരിക്കും, ഷോട്ടിൽ ആൾ ഡോമിനൻ്റ് ആയിരിക്കും അല്ലേ. നിങ്ങളിപ്പോൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോ ആംഗിളിൽ നിന്ന് എടുക്കുന്ന ഷോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഫ്രെയിമിൽ ഫില്ലായി നിൽക്കും. അതായത് അവിടെ നിൽക്കുന്ന ആൾ ഭയങ്കര പവർഫുള്ളാണ്. മുകളിൽ നിന്ന് താഴെ എടുക്കുന്ന ഷോട്ടിൽ ആൾ ഭയങ്കര ചെറുതായിരിക്കും. അതായത് സൈസ് കൊണ്ട് ആൾ ഭയങ്കര ചെറുതാണ്, ആൾക്ക് അവിടെ വലിയൊരു സ്പേസ് കിട്ടുന്നില്ല, ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ക്യാമറ ആംഗിൾസ് വഴി കൺവേ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയാൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ബേസിക്കലി നമ്മൾ സിനിമാറ്റിക് ആയിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ബാക്കി ആൾക്കാർ എടുക്കുന്ന ഫോട്ടോസിൽ നിന്നും ഒന്ന് മാറി നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഫോട്ടോ സീരീസ് തന്നെ വേണമെന്നില്ല. നമ്മളൊരു സ്റ്റോറി കൺവേ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു മൂവി നമ്മളെന്തിനാണ് എടുക്കുന്നത്, നമുക്ക് വലിയൊരു സ്റ്റോറി കൺവേ ചെയ്യാനാണ്. ഒരു നല്ല സ്റ്റോറി ഇല്ലെങ്കിൽ ആ മൂവി ആൾക്കാരിലേക്ക് അത്രത്തോളം എത്തില്ല, അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ പറയുന്ന ഫോട്ടോ സീരീസ് ആയാലും ഒരു സെയിം മീനിങ് തന്നെയാണ് നമ്മൾ ഒരു കൺവേ ചെയ്യാനായിട്ട് നോക്കുന്നതല്ല. നമുക്കൊരു സ്റ്റോറി കൺവേ ചെയ്യാനുണ്ട്, പക്ഷേ ആക്ച്വലി നമുക്കൊരു ഫോട്ടോ സീരീസ് ആയിട്ട് തന്നെ വേണം. നമുക്ക് ഒരു ഇമേജിൽ നിന്നായാലും നമുക്ക് ഇതേപോലെ ഒരുപാട് സ്റ്റോറി കൺവേ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഒരാൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുന്നു, നമ്മളൊരു ഡാർക്ക് ലൈറ്റിംഗ് കൊടുത്തു, ആളുടെ അപ്പുറത്തൊരു വിൻഡോ നമ്മൾ കാണിച്ചു, അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു മൂഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് അത് ആ ഒരു ഫോട്ടോ കാണുന്ന ആൾക്കാർക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഹീസ് സാഡ്, ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കും. കാരണം ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് സിനിമാറ്റിക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ലോ ബഡ്ജറ്റിൽ സിനിമാറ്റിക് ലൈറ്റിംഗ് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോ സീരീസ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു വീഡിയോയും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.